ഈ കൊട്ടിയത്തെ അപകടപാതയ്ക്ക് സമാനമായ നിർമ്മാണം ദേശീയപാത കടന്നു പോകുന്ന കൊല്ലം ബൈപ്പാസിൽ വേറെയുമുണ്ട്. ഈ അപകടം നിറഞ്ഞ സ്ഥലങ്ങളൊക്കെ തന്നെ അശാസ്ത്രീയമായ നിർമ്മാണം പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാക്കിയിട്ടുണ്ട്. ചതുപ്പ് പ്രദേശത്തെ ഉയരത്തിലുള്ള റോഡ് നിർമ്മാണം നാട്ടുകാർക്കും വാഹനയാത്രക്കാർക്കും ഒക്കെ ആശങ്കയാണ്. മലപ്പുറത്തും കൊട്ടിയത്തും ദേശീയപാതയിലുണ്ടായ അപകടം ഒടുവിലത്തേതാണെന്ന് പറയാനാകില്ല. സൂക്ഷിച്ചില്ലെങ്കിൽ ദേശീയപാതയിൽ പലയിടത്തും അപകടം പതിയിരിക്കുന്നുണ്ട്. കൊല്ലം ബൈപ്പാസിലെ മാത്രം അവസ്ഥ ഒന്ന് നോക്കാം. കൊല്ലം ബൈപ്പാസിലെ കടവൂരാണിത്. ഇതൊരു ചതുപ്പ് പ്രദേശമാണ്. ഒപ്പം തന്നെ ഒരു ചെറിയ കൈത്തോട് ഇതുവഴി ഒഴുകുന്നുണ്ട്. ഈ റോഡിനടിയിലൂടെയാണ് ആ കൈത്തോട് കടന്നു പോകുന്നത്. ഈ റോഡിനടിയിലൂടെയാണ് ആ ചെറിയ നീർച്ചാൽ ഒഴുകി പോകുന്നത്. ഇവിടെയും ഉയരപ്പാതയായിരുന്നു ആവശ്യം. പക്ഷേ നിർമ്മിച്ചത് കൊട്ടിയത്ത് നമ്മൾ കണ്ടതുപോലെ 2 സുരക്ഷാ ഭിത്തികൾക്ക് ഉള്ളിൽ മണ്ണ് നിറച്ചുകൊണ്ടുള്ള നിർമ്മാണമാണ്. നമ്മൾ കുറച്ചു മുമ്പ് കണ്ട വലിയ തോടാണ് റോഡിന്റെ എതിർഭാഗത്ത് വന്നപ്പോൾ ഇതുപോലെ ചെറിയ ഓടയായി മാറിയിരിക്കുന്നത്. ഇത് തന്നെയാണ് കൊട്ടിയത്തെ അപകടത്തിനും വലിയ കാരണമായത്. കൊല്ലം ബൈപ്പാസിന്റെ ഭാഗമായ നീരാവിൽ പ്രദേശമാണ് ഇത്. ഇവിടെ റോഡ് നിർമ്മിച്ചപ്പോൾ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കിയില്ല. മഴ പെയ്താൽ ഇവിടെ എല്ലാം വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. ഇതുകൊണ്ട് ഇത്രയും ആയിട്ടും വെള്ളം ഒഴുകി പോകുന്നില്ല. എന്നുവെച്ചാൽ കാരണം സ്ലോപ്പല്ല ഒഴുകി പോകാൻ. അശാസ്ത്രീയമായ രീതിയിൽ കൂടാണ് ഇവർ ഈ ഓട നിർമ്മിച്ചിരിക്കുന്നത്. വലിയ വെള്ളക്കെട്ടുള്ള പ്രദേശമാണ്. ഇപ്പോൾ നോക്കിയാൽ പോലും നമുക്ക് നേരിയ തോതിലുള്ള ഊറ്റ് കാണാം. അവിടെയും കൊട്ടിയത്ത് അല്ലെങ്കിൽ കൂരിയാട് കണ്ടതുപോലെ സുരക്ഷാ ഭിത്തിക്കുള്ളിൽ മണ്ണ് നിറച്ചിട്ടുള്ള നിർമ്മാണമാണ് നടക്കുന്നത്. ബൈപ്പാസിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടും ചതുപ്പുമായ പ്രദേശങ്ങൾ ഒരുപാടുണ്ട്. അവിടെയെല്ലാം ഇതുപോലെയുള്ള നിർമ്മാണ രീതികളാണ്. കൊല്ലം ബൈപ്പാസിൽ മാത്രം ഒട്ടേറെ സ്ഥലത്ത് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. 2 സുരക്ഷാ ഭിത്തികൾക്കുള്ളിൽ മണ്ണ് നിറച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുപോലെ വെള്ളക്കെട്ടുള്ള സ്ഥലത്തും കാണാൻ കഴിയും. ചെലവ് കുറവാണ് ഇത്തരം നിർമ്മാണ രീതിക്ക് എന്നുള്ളതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി പറയുന്നത്. പക്ഷേ പണച്ചെലവിനല്ലല്ലോ, യാത്രക്കാരുടെ സുരക്ഷയ്ക്കല്ലേ പ്രാധാന്യം നൽകേണ്ടത്. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.